എല്ലാ മനുഷ്യനും കൊതിക്കുന്നൊരു കാര്യമാണ് ജീവിതത്തിന്റെ വരൾച്ചകൾ മാറിക്കിട്ടണം. നനവുള്ള തോട്ടം പോലെ പാർക്കേണ്ട പലരും വറ്റി വരണ്ട നദി പോലെ കിടക്കുകയാണ്. എന്താ കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു വഴി ദൈവം തുറക്കാത്തത്? എന്താ കർത്താവേ എന്റെ ജീവിതത്തിന്റെ ഈ വരൾച്ച മാറാത്തതെന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവം നിനക്ക് ഒരു പ്രവചന ദൂത് മറുപടിയായി തരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്തിൽ നീരൊഴുക്കുകളും പകരും. ഈ ദിവസങ്ങളിൽ നിന്റെ ദാഹം തീർക്കുവാൻ കഴിയുന്നൊരു ദൈവത്തെയും നിന്റെ വരൾച്ച മാറ്റി ഉറവ പുറപ്പെടുവിക്കാൻ കഴിയുന്നൊരു ദൈവത്തെ കുറിച്ചാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. വേദപുസ്തകം പറയുന്ന ഒരു ദൂതസതിയ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കത്തില്ല, ദാഹിക്കത്തില്ല. നിന്റെ ദാഹം തീർക്കുന്ന കർത്താവ്. ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും നിനക്ക് ദാഹിക്കും. നിന്റെ ദാഹം തീർക്കുന്ന മറ്റൊരു വെള്ളമുണ്ട്, അത് എന്റെ കയ്യിലുണ്ട്, ഞാനത് തരാം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, എന്റെ ജീവിതത്തിന്റെ ദാഹം ആര് മാറ്റും? വേദപുസ്തകത്തിൽ ദാഹം നിമിത്തം നിലവിളിച്ചപ്പോൾ ഉറവ തുറന്ന ധാരാളം സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ഇതാ ഹാഗർ ഒരു പൈതലുമായിട്ട് നിലവിളിക്കുക, മരണം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. അവൾ ചോദിക്കുന്ന, എന്റെ കുഞ്ഞിന്റെ ദാഹം ആര് തീർക്കും? ഞാനൊരു സന്ദേശം തുടക്കത്തിലെ പറയാം, നിന്റെ ദാഹം മനുഷ്യര് തീർത്താൽ തീരത്തില്ല, ദൈവം തീർക്കണം. അതുകൊണ്ട് നിലവിട്ട് നിലവിളിച്ചോ, നിന്റെ ദാഹം തീർക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്ത്രീ എനിക്ക് ഈ കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുക. നിലവിളിയുടെ മറുപടി എന്ന വണ്ണം ദൈവം സംസാരിക്കുക. ദൈവം അവിടെ കണ്ണു തുറന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, എന്തവൾ ആഗ്രഹിച്ചോ, എന്തവൾ കൊതിച്ചോ, അതവിടെ കൺമുമ്പിൽ ഒഴുകിപ്പോകുന്ന കാഴ്ച അവൾ കണ്ടു. ഇറങ്ങി ആവശ്യം പോലെ വെള്ളം കുടിച്ചു, തുരുത്തിയും നിറച്ചു. എന്നിട്ട് അവൾ ദൈവത്തെ സ്തുതിച്ചു. എന്റെ വരൾച്ചകളുടെ നടുവിൽ പുതിയ ഉറവ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നിന്റെ ഒരു നിലവിളിയുടെയും പ്രാർത്ഥനയുടെയും മുമ്പിൽ നിന്റെ ദാഹം തീർക്കാൻ ദൈവത്തിന് കഴിയും. ചിലരുടെ ദാഹം ആത്മീക ദാഹമാണ്, ചിലരുടെ ദാഹം അക്ഷരീക ദാഹമാണ്. അക്ഷരീക ദാഹവും ആത്മീക ദാഹവും ഒരുപോലെ തീർക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ എന്റെ ദാഹം ഒന്ന് തീർക്കണേ. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വരൾച്ചകളെ മാറ്റി ഞങ്ങളുടെ ദാഹങ്ങളെ തീർത്ത് ഞങ്ങളെ തൃപ്തനാക്കാൻ കഴിയുന്ന ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ വരൾച്ചകൾ മാറി ഒരു വലിയ ഉറവ തുറക്കാൻ പോവാ. ഗോഡ് ബ്ലെസ് യു.